பண்ண வந்தது பெரிய தப்பா போச்சே. Congrats Balu, it's a boy. Oh, ஆண் குழந்தையாக்குமா? ஆமாங்க. ருக்மிணி ரெண்டு பேரும் சௌக்கியம். நார்மல் தான். கடவுளே. அம்மா. குழந்தை கிருஷ்ணனே வந்து பிறந்திருக்காண்டா. ஆண்டவா. പൂര നക്ഷത്രം ശുഭജനനം ദീർഘായുസാക്കുമേ. உங்க ஆசை மாதிரியே ஆண் குழந்தை. സന്തോഷം തന്നെ. കാര്യമാക്കിയില്ല. മെഡിക്കൽ കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും അത് ന്യൂമോണിയയായി. രക്ഷപ്പെടുത്താനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കി. പക്ഷേ சாகரத்தை பத்தி எனக்கு கவலை இல்லை. நீங்க வருத்தப்படக்கூடாது. எத்தனையோ ஜென்மத்துல கிடைக்காத அன்பும் அமைதியும் உங்ககிட்ட இருந்து கிடைச்சது. அதுவே தாராளம். நம்ம ராஜு அவனை விட்டு போறதுக்கு தான் நான் இல்லாத குறை அவன் மனசுல வரவே கூடாது. அவன் படிச்சு பெரியவனாய் வர்றத நான் பார்த்துட்டே இருப்பேன். You need a drink. വാ കണ്ണാ. ബാലു ഇതോ പാസിയാടാ. അപ്പാ അഡ്മിഷൻ കാർഡ്. പാരുക്കു would be engineer of tomorrow. நம்ம புள்ளையடி. என் கண்ணு அவனுக்கு கிடைக்காம இருக்குமா? என் ராஜா. അടുത്ത വ്യാഴാഴ്ചയല്ലേ കോളേജ് തുറക്കുന്നത്? അപ്പൊ ബുധനാഴ്ച നിനക്ക് പോണം. അതെ. നമുക്ക് ഒരു പിക്നിക്ക് പോയാലോ? നമ്മുടെ എസ്റ്റേറ്റില് ഒരു 1 night over stay. Thank you appa. You're great. ഒരു വഴിക്ക് പോവല്ലേ? ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഗീതുവിനോട് കൂട്ടാം. ഞാൻ മണിയനോട് പറഞ്ഞോളാം. അപ്പാ എന്നാ
പേടിക്കണ്ട, അവകാശവാദവുമായിട്ട് വന്നൊന്നുമല്ല. മണിയണ്ണനെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല ശ്രീ. ഞാൻ എന്റെ മനസ്സിൽ പഠിത്തം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒന്നും ആശിച്ചിരുന്നില്ല. ആശയോടെ തിരഞ്ഞെടുത്ത ഈ പ്രൊഫഷൻ, ഹോസ്പിറ്റൽ, രോഗികൾ, അവരുടെ ചികിത്സ, അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതം. മണിയണ്ണൻ നിർബന്ധിക്കുമ്പോഴൊക്കെ വേറൊന്നും മനസ്സിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന പ്രപ്പോസൽസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പ്രൊഫഷനിൽ മാത്രം മനസ്സർപ്പിച്ച് കഴിയുന്ന ഡോക്ടറുമായി മുൻപില്ലാത്തവണ്ണം കൂടുതൽ ഇടപഴകിയപ്പോ അറിയാതെ ശ്രീ, ഞാൻ പറഞ്ഞല്ലോ മണിയണ്ണൻ എല്ലാം പറഞ്ഞുവെന്ന്. ഒന്നും മറയ്ക്കാതെ എല്ലാം തുറന്നു പറഞ്ഞ ഈ മനസ്സ്, മകന് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ഈ ജീവിതം, അതിനിടയിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കില്ലെന്ന ശാഠ്യം എന്റെ ഉള്ളിൽ ഡോക്ടറുടെ ചിത്രത്തിന് തിളക്കം കൂട്ടിയതേ ഉള്ളൂ. പക്ഷേ എപ്പോഴെങ്കിലും ഇനിയൊരു ജീവിതമാകാമെന്ന് തോന്നിയാൽ അന്ന് ശ്രീ, ഒരു പക്ഷേ ഒരിക്കലും തോന്നിയില്ലെങ്കിലോ എന്ന് ഒരു പ്രോമിസ് പോലും ഞാൻ ആവശ്യപ്പെടില്ല. ഈ നല്ല മനസ്സിന് മുൻപിൽ എന്നോട് ക്ഷമിക്കൂ ശ്രീലക്ഷ്മി. വിധിയും ദൈവങ്ങളും എന്നും എന്നെ വ്യാമോഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഒരാൾക്ക് ആശ കൊടുത്ത് ഇല്ല, എനിക്കതിന് ധൈര്യമില്ല. എനിക്കത് മനസ്സിലാവും. ദൂരെ നിന്ന് അത്രയെങ്കിലും മനസ്സിലാക്കുവാനുള്ള സ്വാതന്ത്ര്യം അതുകൂടി നിഷേധിക്കരുത്. ശ്രീ, ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കാനുണ്ടാവുക, അത്രയെങ്കിലും ഭാഗ്യം എനിക്ക് തന്നൂടെ? ഞാനും അപ്പാവും ഇതുവരെ പിരിഞ്ഞ് താമസിച്ചിട്ടേയില്ല. ഹോസ്റ്റലിലെ കമ്പനിയും അവിടുത്തെ അറ്റ്മോസ്ഫിയറും കൊണ്ട് ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? പിന്നെ പോരാത്തതിന് ആഴ്ചതോറും നിന്റെ കത്തും. ആഴ്ചതോറും മതിയോ? ഡെയിലി ആകുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ ദിവസം ഒന്നിൽ കൂടുതൽ വേണ്ട. അല്ലെങ്കിൽ നിന്റെ ലെറ്റേഴ്സ് വായിക്കാൻ എനിക്ക് സമയം കാണും. എന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം വഴി കിടക്കും. പക്ഷെ പാവം അപ്പ ഒറ്റയ്ക്കിരുന്ന് വളരെ ഡിപ്രസ്ഡ് ആവും. അതിന് ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ? ആഴ്ചയിൽ മിനിമം ഒരു 3 തവണ എന്റെ ഒരു വിസിറ്റ് ഉണ്ടാവും. അങ്കിളിന് കമ്പനി കൊടുത്ത് ചേർപ്പ് ചെയ്ത് സ്മാർട്ട് ആക്കും. രാജു കൂടെ ഇല്ല എന്നൊരു ഫീലിംഗ് പോലും അങ്കിളിനുണ്ടാവില്ല. കണ്ടോളൂ, പ്രോമിസ്. ഓക്കേ, യു ആർ സോ സ്വീറ്റ്. അതെന്നോട് കടമയാക്കും രാജു. പാരുകണ്ണ, ഡെയിലി ഞാൻ നിനക്ക് ഓരോ കത്തയക്കും. അതുപോലെ നീ എനിക്കും. ഓക്കെ. പിന്നെ വീക്ക്ലി ട്വൈസ്. நான் வரேன். வேண்டாண்டா, எவ்வளவு தூரம் இருக்கு தெரியுமா? வேணா நான் அங்க வந்து உன்னை பார்த்துக்கிறேன். വെക്കേഷന് மட்டுം വന്നാ മതി. ഹോളിഡേയ്സിലൊക്കെ അവിടെ ഇരുന്ന് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ പിന്നെ വീക്ക്ലി ട്വൈസ് എന്ന് പറഞ്ഞതോ? അതോ വീക്ക്ലി ട്വൈസ്, എല്ലാ വ്യാഴാഴ്ചയും മധ്യാഹ്നം പുറത്ത് അറൌണ്ട് 4-4:30 ഞാൻ നിനക്കൊരു ഫോൺ ചെയ്യും. നീ ഹോസ്റ്റലിൽ ഫോണിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യണം. ആൻഡ് എല്ലാ ശനിയാഴ്ചയും അതെന്നോട് ഓപ്പറേഷൻ ഡേ ആക്കുമേ, അറൌണ്ട് ദ സെയിം ടൈം 4-4:30 നീ എനിക്കൊരു കോൾ ബുക്ക് ചെയ്യണം. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ ഇൻ ദ ഹോസ്പിറ്റൽ. ഡൺ ബോസ്. Be smart, man.
ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല. പാട്ടി, പാട്ടിയോട് യാത്ര വയ്ക്കേ. നന്നാ പഠിക്കണുണ്ടാ, ദീർഘായുസായിരുടാ. இனிமே நான் உன்னை எப்படா பார்க்க போறேன்? நான் வெக்கேஷனுக்கு வருவேனே பாட்டி. பாட்டி, நீ தானே நேத்தைக்கு சொன்னேன் வருத்தப்படக்கூடாதுன்னு. போடா. அப்பா, நீங்க ஸ்டேஷனுக்கு வர வேண்டாம். വന്നാൽ വണ്ടി പുറപ്പെടുമ്പോ നമ്മൾ രണ്ടാളും വേണ്ട അപ്പാ. ശരിടാ കണ്ണ, അമ്മ മുന്നാടി പോയി തൊഴുതിട്ട് വാ. நான் போயிட்டு வரேம்மா. அப்பாவை நல்லா கவனிச்சுக்கோ. ഇറങ്ങ വേണ്ട. ബാലു, എന്താ ബാലു, നീ വരില്ലേ സ്റ്റേഷനിലേക്ക്? ഞാൻ വേണ്ട, വെറുതെ എന്തിനാ? നിങ്ങളെല്ലാവരും വരുന്നുണ്ടല്ലോ.